CMRL എക്സാലോജിക് ഇടപാട് കേസിൽ പിണറായി വിജയന്റെ മകൾ വീണ ടിയുടെ ചോദ്യം ചെയ്യൽ 3.5 മണിക്കൂർ പിന്നിട്ടു. SFIO കുറ്റപത്രത്തിന്റെ ഭാഗമായി 134 നിർണായക രേഖകൾ ലഭിച്ചതിന് പിന്നാലെയാണ് വീണ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഓഫീസിൽ ഹാജരായത്. വിഷ്ണു സുരേഷ് വിവരങ്ങളുമായി. വിഷ്ണു, കഴിഞ്ഞ ചോദ്യം ചെയ്യൽ ഏതാണ്ട് 8-9 മണിക്കൂറോളം നീണ്ടു. ഇന്നും ചോദ്യം ചെയ്യൽ നീളാൻ തന്നെയല്ലേ സാധ്യത? അനുജ, വളരെ നിർണായകമായ ഒരു ചോദ്യം ചെയ്യലാണ്. സ്വാഭാവികമായും അത് നീളുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. രാവിലെ 9:20 കൂടിയാണ് ടി വീണ കൊച്ചിയിലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആസ്ഥാനത്തേക്ക് എത്തിയത്. അവരോട് 29-ാം തീയതി ഹാജരാകണമെന്നാണ് ആദ്യ ദിവസം എത്തിയപ്പോൾ പറഞ്ഞതെങ്കിലും പിന്നീട് അവർ ചില അസൗകര്യം അറിയിച്ചിരുന്നു. മറ്റൊരു ദിവസം വേണമെന്ന് പറഞ്ഞിരുന്നു. ഇന്നലെ ഇഡിക്ക് നിർണായക രേഖകൾ കിട്ടിയ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇന്നിപ്പോൾ അവരോട് ഹാജരാകാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത്. 134 രേഖകൾ SFIOയുടെ അനുബന്ധ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് 134 രേഖകൾ ഇഡിയുടെ കൈവശമുണ്ട്. ആ രേഖകൾ കൂടി അടിസ്ഥാനപ്പെടുത്തിയാണ് നിലവിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇപ്പോൾ ചോദ്യം ചെയ്യുന്നത് എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പ്രധാനമായും CMRLന് എന്ത് സേവനം എക്സാലോജിക്ക് നൽകിയെന്നും CMRL നിന്ന് ലഭിച്ച പണം അത് എവിടെ വിനിയോഗിച്ചു എന്നുള്ള ഈ 2 ചോദ്യങ്ങൾക്കാണ് വീണ ഉത്തരം പറയേണ്ടത്. ആദ്യഘട്ട ചോദ്യം ചെയ്യലിൽ എന്ത് സേവനമാണ് നൽകിയത്, അതിന്റെ രേഖകളൊക്കെ നൽകുന്നതിൽ വീണയ്ക്ക് സാധിച്ചിരുന്നില്ല. ഇന്നിപ്പോൾ അത്തരം രേഖകൾ കൈമാറുകയില്ലയോ എന്നുള്ളതാണ് ഏറെ നിർണായകമായ കാര്യം. ചോദ്യം ചെയ്യൽ ഇപ്പോൾ നീളുകയാണ്. അത് പക്ഷേ ഒരു 7 മണിയോ 6 മണി വരെ നീളാനുള്ള സാധ്യതയാണ് ഉള്ളത്. അനുജ, വീണ ടിയുടെ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.